ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾ തമ്മിൽ നന്നാക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ പല ആളുകളും ചെയ്യാറുള്ളത്, രണ്ടാളുകൾ തെറ്റി നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അവരെ തെറ്റിക്കാനാണ് പലപ്പോഴും പല ആളുകളും ശ്രമിക്കാറുള്ളത്. അവർക്കിടയിൽ ഒന്നുകൂടെ ദേഷ്യത്തിന്റെ വിത്തുകൾ പാകാനാണ് പലരും ശ്രമിക്കുന്നതായി കാണാറുള്ളത്. പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ അഖ്ബിറുകും ബിഅഫ്ളല മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ. നിരന്തരമായി നോമ്പ് നോറ്റാൽ, നിരന്തരമായി നിസ്കരിച്ചാൽ, സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം, അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ അറിയിച്ചു തരൂ. ഖാല, മുത്തുനബി പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരം നന്നാക്കുക, മസ്ലഹത്ത് ഉണ്ടാക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നിരന്തരമായി നോമ്പ് നോക്കുന്നതിനേക്കാളും നിസ്കരിക്കുന്നതിനേക്കാളും ധർമ്മം ചെയ്യുന്നതിനേക്കാളും റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നത് പരസ്പരം മസ്ലഹത്ത്, ഇസ്ലാഹ് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്. അഫ്ളലു നാസി ഇൻദല്ലാഹ് യൗമൽ ഖിയാമ അൻഫഉഹും ലിന്നാസി ഫിദ്ദുനിയ. അല്ലാഹുവിന്റെ അടുക്കൽ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ദുനിയാവിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ്. ദുനിയാവിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ്. ഇന്നൽ മുഖറബീന ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ അടുക്കൽ അന്ത്യനാളിൽ ഏറ്റവും സാമീപ്യം കരസ്ഥമാക്കുന്നവർ, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ, അൽ മുസ്ലിഹൂന ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്ന ആളുകളാണ്. പരസ്പരം തെറ്റി നിൽക്കുന്നവരെ ഇണക്കുന്നവരാണ്. അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം കരസ്ഥമാക്കി റബ്ബിന്റെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും അർഹരാകുന്നവർ അവരാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരെ പരസ്പരം ഇണക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അല്ലാതെ അവരെ ഒന്നുകൂടെ തെറ്റിപ്പിരിപ്പിക്കാൻ നമ്മൾ കാരണമാവരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.